സുഗന്ധഗിരി മലമുറിയിലെ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി പിൻവലിച്ചതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലാണെന്ന് സൂചന. എൻസിപി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് സൗത്ത് വയനാട് ഡിഎഫ്ഒ ഷജ്ന കരീം ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു. നടപടി മരവിപ്പിക്കാൻ ഷജ്നയുടെ സുഹൃത്തും എൻസിപി നേതാവുമായ ലക്ഷദ്വീപ് എംപി ഇടപെട്ടു എന്നും വിവരമുണ്ട്. സുഗന്ധഗിരിയിലെ മരമുറിയിൽ വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയാണ് സൗത്ത് വയനാട് ഡിഎഫ്ഒ ഷജ്ന കരീം ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ വനംവകുപ്പ് ബുധനാഴ്ച സസ്പെൻഡ് ചെയ്തത്. ഉത്തരവിറക്കി 20 മണിക്കൂർ തികയും മുൻപ് നടപടി പിൻവലിച്ചതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ദുരൂഹ ഇടപെടലുകളുണ്ടെന്നാണ് സൂചന. ഡിഎഫ്ഒ ഷജ്ന കരീമിന്റെ അടുത്ത സുഹൃത്തായ ലക്ഷദ്വീപ് എംപിയാണ് നടപടി ഒഴിവാക്കാൻ ഇടപെട്ടത്. എൻസിപി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ വഴി വനം മന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് വിവരം. എൻസിപി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് വിഷയത്തിൽ ഇടപെട്ടത്. ലക്ഷദ്വീപിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കവേ എൻസിപി സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് എംപി വിഷയം വിവാദമാക്കാതെ അവസാനിപ്പിക്കാനും ശ്രമിച്ചു. എൻസിപി നേതാക്കൾ വനം വകുപ്പിൽ നിന്ന് അനധികൃത ഉത്തരവുകൾ സമ്പാദിക്കുന്നതും നടപടി നേരിട്ടവരെ തിരിച്ചെടുക്കുന്നതും നേരത്തെ വിവാദമായിരുന്നു. പിന്നാലെയാണ് വീഴ്ച കണ്ടെത്തി സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തിരിച്ചെടുക്കുന്നത്. സുഗന്ധഗിരിയിലെ മരമുറി അന്വേഷണം അട്ടിമറിക്കാൻ വയനാട് ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കൾ ഇടപെടുന്നുണ്ടെന്ന് വനം മന്ത്രിക്ക് നേരത്തെ പരാതികൾ ലഭിച്ചിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.